സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ സാർ, ഇന്തോനേഷ്യയുമായിട്ട് സഹകരിച്ച് മലാക്ക സ്ട്രെയ്റ്റിൽ ഇന്ത്യ നിർണായക ചുവടുവെപ്പ് നടത്തിയതിൽ ചൈനയ്ക്ക് ഒരു ആശങ്കയുണ്ടെങ്കിലും അമേരിക്ക ഇക്കാര്യത്തിൽ വലിയ ആഹ്ലാദത്തിലാണെന്ന് കേൾക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് ഇത്ര വലിയ താല്പര്യമുണ്ടാകാൻ എന്താണ് സാർ കാരണം? അമേരിക്കയ്ക്ക് ഒരേ സമയം ആഹ്ലാദവും ആശങ്കയുമാണ് ഇപ്പോഴും. കാരണം ഇന്ത്യൻ നാവികസേനയുടെ കരുത്തും സാന്നിധ്യവും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഇത് അമേരിക്കയ്ക്ക് ഒരു തരത്തിലൊരു ആശ്വാസമാണ്. കാരണം അമേരിക്കയുടെ മുഖ്യ എതിരാളിയായ ചൈനയെ നേരിടാനുള്ള പ്രാപ്തിയിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞിരിക്കുന്നതായിട്ട് അമേരിക്കയുടെ സൈനിക വിദഗ്ധരും അതുപോലെ തന്നെ അമേരിക്കയുടെ ഈ നയതന്ത്ര വിദഗ്ധരും ഒക്കെ കണക്കുകൂട്ടുന്നത്. അത് കാരണം അമേരിക്കയ്ക്കുള്ള ഒരു മെച്ചം, അമേരിക്കയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റിയിട്ട് അമേരിക്കയ്ക്ക് തൈവാൻ പ്രശ്നത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തേത്, ഈ വെസ്റ്റേൺ പസഫിക് ഓഷ്യൻ അതുപോലെ സൗത്ത് ചൈന സീ, ഈ സ്ഥലങ്ങളിൽ അമേരിക്കയ്ക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് ചൈനയെ നേരിടാൻ പറ്റും. അപ്പോൾ അമേരിക്കയുടെ ശ്രദ്ധ പലയിടത്തായിട്ട് ചിന്നിച്ചിതറി പോകാതെ അമേരിക്കയുടെ ശ്രദ്ധ ഒരു കൃത്യമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ ചൈനയ്ക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനും ഇന്ത്യയുടെ ഈ വളർച്ച സഹായിക്കുമെന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. പക്ഷെ അതേസമയം തന്നെ അതിശക്തമായ ഒരു നാവികസേനയുള്ള ഇന്ത്യ നാളെ അമേരിക്കൻ സൈന്യത്തിന് നേരെ, അമേരിക്കൻ കപ്പലിന് നേരെയും വെടിവെക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അമേരിക്ക കപ്പലുകൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു അവസരം, അല്ലെ അമേരിക്കക്ക് തോന്നിയ രീതിയിൽ ഇവിടെ കയറിയിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കയറിയിട്ട് ആധിപത്യം ഉറപ്പിക്കാൻ അവർക്ക് പറ്റില്ല എന്നും അമേരിക്ക തിരിച്ചറിയുന്നു. പിന്നെ രണ്ടാമത്തെ വിഷയം, അമേരിക്കയുടെ ചിരകാല സുഹൃത്തായ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ശാക്തിക സമതുലിതാവസ്ഥ ഇല്ലാതായി പോയി എന്ന് അമേരിക്ക തിരിച്ചറിയും. അതിപ്പോ അമേരിക്കയ്ക്ക് അത്ര വലിയൊരു ആശങ്കയൊന്നുമല്ല. പാകിസ്ഥാനെ പതുക്കെ അമേരിക്ക പുറകോട്ട് അങ്ങ് തള്ളുകയാണ്. അപ്പോൾ പുതിയ ഒരു ശാക്തിക സമവാക്യം ഈ ദക്ഷിണേഷ്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെട്ടു എന്നുള്ളത് അമേരിക്ക അംഗീകരിക്കും. ഇവിടെ ഇന്ത്യയുടെയും ചൈനയുടെയും തന്ത്രങ്ങളെ, വാർ ഡോക്ട്രൈൻസിനെ വിലയിരുത്തിക്കൊണ്ട് അമേരിക്കൻ വിദഗ്ധര് ഈ അടുത്ത ദിവസങ്ങളിൽ അവർ പല പ്രതിരോധ പ്രസിദ്ധീകരണങ്ങളും അവർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതില് ചൈന പിന്തുടരുന്ന ഒരു യുദ്ധ തന്ത്രം എന്നത് ഈ യുദ്ധക്കപ്പലുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ശരിക്കും ഇന്ന് ഈ കോർവറ്റ്, ഡിസ്ട്രോയർ അല്ലെങ്കിൽ അതുപോലുള്ള യുദ്ധക്കപ്പലുകളുടെ ഏത് ക്ലാസ്സിൽ എടുത്താലും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെക്കാൾ എണ്ണം കൂടുതൽ ഇന്ന് ചൈനയുടെ കയ്യിൽ. മൊത്തം യുദ്ധക്കപ്പലുകളുടെ എണ്ണത്തിൽ അമേരിക്കയെ പിന്തള്ളിയിരിക്കുന്നു ചൈന. അത് ഒരു വലിയ മാറ്റമാണ് ലോകത്തിൽ ഉണ്ടാക്കിയത്. ഒരു കാലഘട്ടത്തിൽ റഷ്യ രണ്ടാം സ്ഥാനത്ത് നിന്ന ഒരു കാലം ഉണ്ടായി. പക്ഷെ റഷ്യയുടെ നാവികസേനയ്ക്ക് ഒരിക്കലും അമേരിക്കൻ നാവികസേനയുടെ എണ്ണത്തിൽ മാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരതിന് ശ്രമിച്ചിട്ടുമില്ല. അവർ എണ്ണത്തിലല്ലായിരുന്നു, അവർ മറ്റു തന്ത്രം ഉപയോഗിച്ചായിരുന്നു. പക്ഷെ എണ്ണത്തിൽ അമേരിക്കയെ കവച്ചു വെക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയ്ക്ക് വലിയൊരു പേടിയാണ്. ഇവിടെ അതുപോലെ തന്നെ ചൈനയുടെ മറ്റൊരു തന്ത്രമാണ് ക്യാരിയർ കില്ലർ ബാലിസ്റ്റിക് മിസൈൽ. ആ ക്യാരിയർ കില്ലർ ബാലിസ്റ്റിക് മിസൈൽ മൂവ് ചെയ്യുന്ന ഒരു ഡിസ്ട്രോയർ ക്ലാസ് വലിയ കപ്പലിനെ, അത് ഡിസ്ട്രോയർ ആവാം, അതല്ലെങ്കിൽ വിമാനവാഹിനിയാകാം, അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആകാശത്തിൽ നിന്നും ബഹിരാകാശത്തിൽ നിന്നും ഒരു ബാലിസ്റ്റിക് മിസൈൽ വരുന്നു. ആ വിമാനവാഹിനിയൊക്കെ നെടുക പിളർന്നു കളയാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, അത് DF-21D, DF-26, ഈ രണ്ടെണ്ണം ചൈന ക്യാരിയർ കില്ലർ എന്ന് വിശേഷിപ്പിക്കുന്ന മിസൈലുകളാണ്. അവരുടെ ഇന്റിഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റവും അതൊരു അമേരിക്കയുടെ ഒരു അംഗീകാരം അതിനുണ്ട്. കാരണം അത് ഒരു ഇഫക്റ്റീവ് സിസ്റ്റമായിട്ടാണ് അമേരിക്ക വിലയിരുത്തുന്നത്. പക്ഷെ ഇന്ത്യ ഇതിന് ബദലായിട്ട് ക്യാരിയർ കില്ലർ മിസൈൽ അല്ല ഇന്ത്യ ഫോക്കസ് ചെയ്യും. ഇതിന് പകരമായിട്ട് ഇന്ത്യയുടെ ഒരു മറുപടി ഹൈപ്പർസോണിക് മിസൈൽ, ക്രൂയിസ് മിസൈലും അല്ലെങ്കിൽ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളും, അതുപോലെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലും, പിന്നെ ഇതിനോട് അനുബന്ധിച്ചിട്ട് സബ്സോണിക് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുമാണ്. അപ്പൊ ഇന്ത്യ ബാലിസ്റ്റിക് മിസൈൽ കൊണ്ടല്ല മറുപടി കൊടുക്കുന്നത്, ക്രൂയിസ് മിസൈലുകൾ കൊണ്ടാണ്. ഇവിടെ ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിനെയും അതുപോലെ സൂപ്പർസോണിക്
മിസൈലിനെയും ആന്റിഷിപ്പ് മിസൈലിനെയും നേരിടാനുള്ള ഒരു സംവിധാനവും ലോകത്തിൽ ഒരു രാജ്യത്തിനും ഇന്നില്ല. അപ്പോ അമേരിക്ക വിലയിരുത്തുന്നത് ഈ അടുത്ത കാലത്ത് ഇന്ത്യ വിജയകരമായിട്ട് 2-3 തവണ പരീക്ഷിച്ച ലോങ് റേഞ്ച് ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ, ആ മിസൈല്, അതായത് LRASHM എന്ന് ചുരുക്കപ്പേരിട്ടിരിക്കുന്ന ഈ മിസൈല് തീർച്ചയായിട്ടും ചൈനയുടെ ഉറക്കം കെടുത്തും. ഇതിനൊരു മറുപടിയും ചൈനയ്ക്കില്ല എന്ന് തന്നെയാണ് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ വിലയിരുത്തലിൽ 1000 കിലോമീറ്റർ റേഞ്ചിനപ്പുറത്ത് നിന്നുകൊണ്ട് പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രൂയിസ് മിസൈല്, ഒരു ആന്റിഷിപ്പ് മിസൈല് നിശ്ചയമായിട്ടും ചൈനയ്ക്ക് വലിയൊരു പ്രതിരോധം തീർക്കും. ഇന്ത്യ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കും. അതായത് ഈ ലോങ് റേഞ്ച് ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈലിന്റെ പരിധി എന്ന് പറഞ്ഞാൽ 1500 കിലോമീറ്ററാണ്. 1500 കിലോമീറ്റർ ദൂരെ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഒരു കപ്പലിൽ നിന്നോ ഇന്ത്യയുടെ കരയിൽ നിന്നോ അയക്കുന്ന ഈ ലോങ് റേഞ്ച് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലിനെ ഒരു കാരണവശാലും ചൈനീസ് കപ്പലിന് വെട്ടിച്ചു പോകാൻ പറ്റില്ല. അത് ഒന്നാമത്തെ പ്രതിരോധം. രണ്ടാമത്തേത് ബ്രഹ്മോസിന്റെ ദൂരപരിധി കുറഞ്ഞ 2 ഉണ്ട്. അതായത് 290 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വെർഷൻ ഉണ്ട്. അതാണ് ഇപ്പൊ ഇന്ത്യ ഇന്തോനേഷ്യക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. മുൻപ് വിയറ്റ്നാമിനും അതുപോലെ തന്നെ ഫിലിപ്പൈൻസിനും നമ്മൾ വിറ്റ് കഴിഞ്ഞിരിക്കും. അമേരിക്കയ്ക്ക് അത് വലിയ സന്തോഷമാണ്. കാരണം ചൈനയെ 2 ചെറിയ രാജ്യങ്ങളായ വിയറ്റ്നാമും അതുപോലെ തന്നെ ഫിലിപ്പൈൻസും ഇപ്പോൾ ചൈനയെ പ്രതിരോധിക്കാൻ ശേഷി നേടി കഴിയും. കാരണം ഈ ബ്രഹ്മോസിന്റെ മിസൈൽ പ്രതിരോധിക്കാൻ ചൈനയ്ക്ക് കഴിയും. ചൈനയ്ക്ക് അത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വഷളാക്കാതിരിക്കാൻ മാത്രമേ പറ്റൂ. ഇന്ത്യയുടെ കൈവശം 500 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് ഉണ്ട്, ആന്റിഷിപ്പ്. 700 കിലോമീറ്റർ റേഞ്ച് ഉള്ളതും. ഇത് രണ്ടും ചൈനയ്ക്ക് വലിയ വെല്ലുവിളികളാണ്. അപ്പോ ഈ ബ്രഹ്മോസിന്റെ ഈ 2 വെർഷൻ, അതുപോലെ ആന്റിഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ, ഇത് രണ്ടും ഇന്ത്യക്ക് വലിയൊരു പ്രതിരോധ കവചം തീർക്കും എന്നാണ് അമേരിക്ക കരുതുന്നത്. അതുതന്നെയാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ഒരു ബഹുമാനം. പക്ഷെ നാളെ ഈ മിസൈല് അമേരിക്കൻ നാവികസേനയ്ക്ക് നേരെ പ്രയോഗിച്ചു കൂടൊന്നുമില്ലല്ലോ. അപ്പൊ ഇന്ത്യയായിട്ട് ഒരു നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് പക്ഷെ അമേരിക്കയ്ക്കുള്ള ഒരു ആശ്വാസം, ഇന്ത്യ അങ്ങനെ ഒരു സാമ്രാജ്യത്വ മോഹമുള്ള ഒരു രാജ്യമല്ല ഇതുവരെ. മറ്റു കേന്ദ്രങ്ങളിലേക്ക് പിടിച്ചെടുക്കാനോ അമേരിക്കയുടെ ദിഗോഗർഷ്യ ദ്വീപിനെ ആക്രമിക്കാനോ ഒന്നും ഇന്ത്യ ഒരു കാരണവശാലും ശ്രമിക്കില്ല എന്ന് അമേരിക്കയ്ക്ക് ഉറപ്പുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക തൽക്കാലം ഈ ഒരു വെല്ലുവിളി അമേരിക്കയ്ക്ക് ഇല്ല എന്നുള്ള ഒരു ആശ്വാസത്തിലിരിക്കുകയാണ്. അപ്പം അത് മാത്രവുമല്ല, അമേരിക്ക മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, ഈ ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹങ്ങളുടെ ഒരു ആയുധവൽക്കരണം, അവിടെ വലിയ രീതിയിലുള്ള സൈനിക ശേഷി വർദ്ധിപ്പിക്കൽ, ഇത് കാരണം ഇന്ത്യക്ക് മലാക്ക സ്ട്രെയിറ്റ് വളരെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ പടിഞ്ഞാറ് ലക്ഷദ്വീപ്. ഇങ്ങനെ നമുക്കറിയാം, ഇപ്പോ ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുമ്പോൾ ഈ ഹൈപ്പർസോണിക് മിസൈലോ സൂപ്പർസോണിക് മിസൈലോ ഒന്നും ഇല്ലാത്ത ഇറാന് സാധാരണ 2 മിസൈലും അതുപോലെ തന്നെ ഒരു ആളില്ല ഒരു ബോട്ടും ഒരു മിജറ്റ് സബ്മറൈനും ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ പറ്റി. അതായത് ഒരു 3-4 കപ്പൽ തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷുറൻസ് കമ്പനിക്കാരും ചരക്ക് കപ്പലുകൾക്ക് പിന്നെ യാതൊരു കാരണവശാലും അവർക്ക് ഇൻഷുറൻസ് കൊടുക്കില്ല. പ്രീമിയം കുത്തനെ വർദ്ധിക്കും. അതുവഴി ചരക്ക് കൊണ്ടുപോകുന്നത് ആദായകരമല്ലാതാകും. അതോടുകൂടി ചരക്ക് നീക്കം നടത്തുന്ന എല്ലാ കപ്പലുകളും ഇതിൽ നിന്ന് വിട്ടുനിൽക്കും. അത് വളരെ ലളിതമാണ്. ഇന്ത്യക്ക് അതിനുള്ള ശേഷിയും അതും അതിന്റെ അപ്പുറത്തെ ശേഷിയും. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ചൈന ഇനി ഇന്ത്യൻ ഓഷ്യനിൽ കയറി കളിക്കില്ല എന്നുള്ളത് അമേരിക്കയ്ക്ക് വളരെ വ്യക്തമാണ്. ഇത് അമേരിക്കയ്ക്ക് ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയോട് വളരെ സ്നേഹമുണ്ട്. പിന്നെ മാത്രവുമല്ല, ഇന്ത്യക്ക് വളരെ ശക്തമായ ഒരു നിരീക്ഷണ സംവിധാനമുണ്ട്. ഇപ്പോഴുള്ള നമ്മുടെ ഈ സെൻസറുകൾ, കടലിൽ സ്ഥാപിച്ചിരിക്കുന്ന സെൻസറുകൾ, കടൽ തീരത്തുള്ള റഡാറുകൾ, അതുപോലെ നമ്മുടെ ആകാശത്തൂടെയുള്ള നിരീക്ഷണ ഡ്രോണുകൾ, ഇപ്പം അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച പ്രൊഡേറ്റർ ഡ്രോണുകൾ, അതുപോലെ പൊസൈഡൻ P-8 വിമാനങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ശക്തമായ ഒരു നിരീക്ഷണ വലയം ഇന്ത്യ തീർത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഇപ്പൊ അമേരിക്കയ്ക്കും ഷെയർ ചെയ്യുന്നു. കാരണം ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ 4 രാജ്യങ്ങൾ അടങ്ങുന്ന ക്വാഡ് അമേരിക്കയ്ക്ക് ഇത്തരം ഈ ഇന്റലിജൻസിന് അക്സസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ചൈനയുടെ നീക്കങ്ങൾ അമേരിക്കയ്ക്ക് മനസ്സിലാകും. ചൈനയുടെ ഏതൊരു അന്തർവാഹിനിയുടെ നീക്കം ഇന്ത്യ എപ്പോഴും സശ്രദ്ധ നിരീക്ഷിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ സർവേലൻസ് നെറ്റ്വർക്ക് വളരെ വ്യാപകമാകാൻ പോവുകയാണ്. കടലിൽ ഒരു ഭിത്തി, നെറ്റ്വർക്കുകളുടെ ഒരു വാൾ ഓഫ് നെറ്റ്വർക്ക് സൃഷ്ടിക്കാനായിട്ടുള്ള ടെൻഡറൊക്കെ ഇന്ത്യ വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ ഒരു തലവേദന അമേരിക്കയ്ക്ക് കുറയുകയാണ്.
അപ്പോൾ ഇവിടെ അമേരിക്ക ചെലവാക്കേണ്ട പൈസയുണ്ട്, ഇവിടെ അമേരിക്കയുടെ ഡിപ്ലോയ് ചെയ്യേണ്ട മാൻ പവർ ഉണ്ട്. ഇതൊക്കെ കുറച്ചിട്ട് അമേരിക്ക പൂർണ്ണ ഫോക്കസ് തൈവാന് ചുറ്റും, അതുപോലെ സൗത്ത് ചൈന സീ, വെസ്റ്റ് പസഫിക് ഓഷ്യൻ, ഈ മേഖലയിലേക്ക് മാറിയിരിക്കും. ഇതാണ് അമേരിക്കയ്ക്ക് ഒരേ സമയം ആശ്വാസവും ആശങ്കയും നൽകുന്ന ഇന്ത്യയുടെ വളർച്ച. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ തൽക്കാലത്തേക്ക് ഒരു 10 കൊല്ലത്തേക്കെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നില്ല. അത് കാരണം അമേരിക്കയ്ക്ക് ആശ്വാസമാണ്. അതിനുശേഷം ഇന്ത്യ വേറൊരു തരത്തിലേക്ക് ഒരു ശക്തിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നതിനനുസരിച്ച് കൂടുതൽ നിരീക്ഷണങ്ങളും വിശദീകരണങ്ങളും വിശകലനങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി സാർ.